ഞാൻ ഈ ഇടയ്ക്ക് ഒരു പേഷ്യന്റിനെ കാണുകയുണ്ടായി. ആ പേഷ്യന്റ് പറയുന്നു, ഡോക്ടറെ എനിക്ക് പോടായിട്ട് പല്ല് വേദനയാണ്, പക്ഷെ എനിക്ക് പല്ലെടുക്കാൻ ഭയങ്കര പേടിയാണ്, എനിക്ക് പല്ലെടുക്കണ്ട, എൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പല്ല് അങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ പല്ലിൻ്റെ പോടിനെ അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ പല്ലിൻ്റെ പോട് വളരെ ഡീപ്പായിട്ടും അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാവേണ്ട പല്ലായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പല്ലെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ, പോട് വന്ന് പല്ല് എടുത്തു കഴിഞ്ഞാൽ വേദന വരുമോ അങ്ങനെയുള്ള പേടിയുള്ള ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൽ പോടുള്ള ഭാഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മളതിനെ പെർമനൻ്റ് ആയിട്ട് അടയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 സിറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കൺസേൺ ആ പേഷ്യൻ്റ് ചോദിച്ചാൽ, ഡോക്ടർ ഞാനിപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ മേളിൽ ക്രൗൺ ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കമ്പൽസറി ആയിട്ടും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിന് ക്രൗൺ ചെയ്യേണ്ടതാണ്. കാരണം പല്ലിൻ്റെ റൂട്ടിലുള്ള ഞരമ്പുകളും രക്തത്തിന്റെ ധമനികളും നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പല്ല് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിന് മേളിൽ ക്രൗൺ ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ക്ലിനിക്ക് വരുന്നത് പാലാരിവട്ടത്താണ്, ലൂമിയർ ഡെന്റൽ ആൻഡ് എസ്തെറ്റിക്സ്.